റൈറ്റ്. ആന്റോ അഗസ്റ്റിൻ, ഇത് ആദ്യമായിട്ടല്ല ശശി തരൂർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ വീണ്ടും കുടുംബവാഴ്ച എന്ന് പറയുന്ന BJP എന്താണോ കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ആയുധം യഥാർത്ഥത്തിൽ മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ആ BJPയുടെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊടുക്കുകയല്ലേ യഥാർത്ഥ ശശി തരൂർ ചെയ്തിരിക്കുന്നതെന്നാണ് വിമർശനം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഇന്ന് അതിനൊരു പ്രതിരോധമായി വന്നു. മറ്റ് നേതാക്കൾക്കും അതൃപ്തിയുണ്ട്, ഹൈക്കമാൻഡിനും വലിയ അതൃപ്തിയുണ്ട്. ഈ സമയത്ത് ഇത്തരം പ്രയോഗങ്ങൾ നടത്തരുത് എന്ന് ഉള്ളിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ ആരും തരൂരിനോട് ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് നമുക്കറിയില്ല. തരൂർ കുഴപ്പത്തിലാക്കിയോ പാർട്ടിയെ? തരൂർ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നുള്ള വാദക്കാരനാണ് ഞാൻ. കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംവിധാനം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ വേണമെന്ന് പറയുമ്പോൾ അതുപോലെ ജനാധിപത്യ രീതിപ്പെടുന്ന ഒരു പാർട്ടിയും കൂടെ വേണം എന്നുള്ളതാണല്ലോ വേണ്ടത്. കാരണം ഒരു നല്ല രീതിയിലൊരു സംസ്ഥാനം, ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ വിചാരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്, അങ്ങനെ വേണം. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് മറുപടി പറയാൻ കോൺഗ്രസ്സിൽ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആയിക്കോട്ടെ, ശരി, അടുത്തതിന് ശരിയാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കോൺഗ്രസിൻ്റെ കുറേ നാളുകളായി ശശി തരൂരിൻ്റെ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇനിയും ലേഖനം എഴുതും, വളരെ ക്രൂഷ്യലായ സമയങ്ങളിൽ ലേഖനം എഴുതും. അതിൻ്റെയൊക്കെയുള്ള ഭവിഷ്യത്ത് കോൺഗ്രസ് തന്നെ അനുഭവിക്കേണ്ടി വരും. വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ DMK മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ ശശി തരൂർ തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 15 വർഷമായിട്ട് ഇതിൻ്റെ MP ആയി നിൽക്കുന്ന ശശി തരൂരിനെക്കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ധാരണയുള്ള ശശി തരൂർ ഇത്ര നാൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ശശി തരൂർ ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ പറയേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അയ്യോ എനിക്ക് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലായി, അതുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് ശശി തരൂരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കേരളത്തിൽ നിന്ന് ജയിച്ച ഒരു MP എന്നുള്ള നിലയ്ക്ക്, കോൺഗ്രസ്സുകാരനായി ജയിച്ച ഒരു MP എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു ഭാഗമെങ്കിലും ന്യായീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ശശി തരൂരിനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശശി തരൂർ ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് ശശി തരൂരിനോട് കോൺഗ്രസിൻ്റെ AICCക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇതുപോലൊരു നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടി വരും എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരെ നിർത്തുമ്പോൾ എന്താണ്? അപ്പം ഇവർ കണ്ടെത്തുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ശശി തരൂരെ ഞങ്ങൾ പുറത്താക്കില്ല, ശശി തരൂർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുന്നത് അതിനർത്ഥം എന്താ? അത് പോകുമെന്ന് പറയുന്നത് അതിങ്ങനെ പോകും. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം വരെ ഈ ശശി തരൂരിനെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പള്ളു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ വരും, അടുത്ത പിന്നെന്താണ് കേരളം കേരളം തമിഴ്നാട് പോലെയുള്ള ഇലക്ഷൻ വരും. വളരെ ശശി തരൂരിന് വളരെ സ്ട്രോങ് ഹോൾഡായ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും ശശി തരൂരിന് ഇടപെടാൻ പോകുന്നത്. ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളായിരിക്കില്ല. അപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് ശശി തരൂർ ഇതുപോലെ ഒരു ലേഖനം പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ സമയത്തൊരു ലേഖനം വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. 2 ഇലക്ഷൻ ഒന്നിച്ച് വളരെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും സംഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും കോൺഗ്രസിന് ഇനി മറുപടി പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ. അപ്പോൾ പറയുന്നതാണ്, അപ്പോൾ ശശി തരൂർ അപ്പോൾ പറയുന്നതാണ്, ശശി തരൂർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഞങ്ങളായിട്ട് പറഞ്ഞു വിട്ടില്ല. അപ്പം ഇവർ ശശി തരൂരെന്ന് പറയുന്നത് കേൾക്കാനുള്ള ബാധ്യസ്ഥരായിട്ട് ഇരിക്കുകയും വേണം. അല്ലെങ്കിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെയെങ്കിലും AICC നേതാക്കന്മാർ പറയണ്ടേ? അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു എവിടെയും കേട്ടില്ല. ഇപ്പം 30-ാം തീയതി വന്ന ലേഖനമല്ലേ, ഇന്നിപ്പോൾ 4-ാം തീയതി ആയില്ലേ? 4-ാം തീയതി 4 ദിവസമായിരുന്നു, 5 ദിവസമായിട്ട് ഒരാൾ പോലും അതിനെതിരെ ഒരു AICC നേതാവ് പറയുന്നത് കേട്ടോ. കാരണം നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടാണ്, മംഗളത്തിൽ ഈ ലേഖനം വന്ന് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ്. ആ ലേഖനം മംഗളത്തിലും കൂടെ വന്നു, കേരളത്തിലെ ദേശാഭിമാനി ചർച്ച ചെയ്തു, പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ അവരിപ്പോൾ കേരളത്തിലെ CPM സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബാധിപത്യ പാർട്ടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെയുള്ള വിഷയം കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും കിട്ടിയാൽ അവർക്ക് ചർച്ച ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ജിമ്മി സാറേ, കേരളത്തിന് പുറത്തേക്കൊന്നും കോൺഗ്രസിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചിട്ടോ ഈ സിൻഡിക്കേറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ശശി തരൂരിനെ കുറിച്ചോ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നില്ല. അവിടെയെല്ലാം കേന്ദ്ര സർക്കാരും അതിൻ്റെ വികസന പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് മേലൊക്കെ പറയും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒരു വലിയ രീതിയിൽ പത്രസമ്മേളനമെങ്കിലും നാഷണൽ ലെവലിൽ മീഡിയകൾ ബ്രേക്ക് ചെയ്തതും എല്ലാ മീഡിയകളും കാണിക്കാൻ കഴിഞ്ഞതും അല്ലേ? 2-3 ആരോപണങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ 2-3 ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു, അതുമായി ബന്ധപ്പെട്ട അതല്ല ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമാണ് ചർച്ച നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ PR സുനിൽ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് ബീഹാറിൽ നിന്നും ഉണ്ടാകുന്ന ഈ കോൺഗ്രസിൻ്റെ UPA ഭാഗത്തു നിന്നുള്ള അടികളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവർക്ക് സീറ്റ് നിഷേധം, അവർക്ക് സീറ്റ് വീതം വെപ്പ്, അത് കഴിഞ്ഞിട്ട് സ്വന്തം ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രിക കൊടുക്കാൻ പോകല്, ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയം കോൺഗ്രസ് ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? എത്ര നാളായി ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതി കോൺഗ്രസ്സുകാർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല 200 വോട്ടിലേക്ക് കയറും എന്നുള്ള കാര്യം, സീറ്റിലേക്ക് വരും എന്നുള്ള കാര്യത്തിനകത്ത്. അപ്പോൾ അത്രയും ആത്മവിശ്വാസം. അപ്പം ജനങ്ങൾക്ക് ആവേശമുണ്ട്. ജനങ്ങൾക്ക് എന്താണ്, ഒരു ഭരണം മാറ്റം വേണം, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ മാറ്റം രാജ്യത്ത് കൊണ്ടുവരണം എന്നൊക്കെ. പക്ഷെ അതിനൊരു നേതൃത്വം കൊടുക്കാൻ കഴിയണ്ടേ? നമ്മളെപ്പോഴും പറയുന്നത് കുടുംബാധിപത്യം. ശരി, കോൺഗ്രസ് ഗാന്ധി കുടുംബം ഇല്ലാതെ ഒരു കോൺഗ്രസ് നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? നമ്മളിപ്പോൾ എന്ത് ന്യായം പറയും? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലാതെ, സോണിയാഗാന്ധി ഇല്ലാതെ, പ്രിയങ്ക ഗാന്ധി ഇല്ലാതെ ആരാണ് ഈ സംവിധാനത്തെ നേതൃത്വം വഹിക്കുക? അങ്ങനെ ഒരു നേതൃത്വം വഹിച്ചാൽ ആൾക്കാർ അംഗീകരിക്കുമോ? ശീലിച്ചു വന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് പാർട്ടി ശീലിച്ചു വന്നത് അങ്ങനെയാണ്. നെഹ്റുവിൻ്റെ കാലം തുടങ്ങിയിട്ട് ഇതുവരെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്ന കോൺഗ്രസിനെ ശീലിച്ചത് അങ്ങനെയാണ്. സാധാരണ ജനങ്ങൾ, ഇപ്പം ഞാൻ പറയാം, വാർഡ് മെമ്പർ തുടങ്ങി പാർലമെൻറ്റ് അംഗം വരെയുള്ള ആരെങ്കിലും ഒരു നേതൃത്വം ഈ രാഹുൽ ഗാന്ധിയുടെ ബേസിലാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇലക്ഷന് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 19 സീറ്റും തൂത്തുവാരി കോൺഗ്രസ് കൊണ്ടുപോയി. കാരണം എന്താ? അത് രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി കുടുംബത്തിലുള്ള ആവേശം കൊണ്ടാണ്. ഈ ഗാന്ധി കുടുംബത്തിലുള്ള ആവേശം കൊണ്ടാണ് ഈ പാർട്ടി തന്നെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഈ ഇന്ത്യയിൽ പാർട്ടി വേണ്ട, ഇന്ത്യയിൽ ഗാന്ധി കുടുംബമായിട്ട് അതൊരു കുടുംബാധിപത്യം എന്നത് അങ്ങനെയല്ല. കാരണം സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഭാഗത്തായിട്ട്. BJP ഒരു സിസ്റ്റത്തിലല്ല കോൺഗ്രസ് വർക്ക് ചെയ്യുന്നത്, CPM പോലെ സിസ്റ്റത്തിലല്ല കോൺഗ്രസ് വർക്ക് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിത്തറയിലാണ് ഈ കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കാത്ത ഒരു MP ആണ് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പ്രവർത്തക സമിതി. ഗാന്ധി കുടുംബം എന്താണെന്നും കോൺഗ്രസ് എന്താണെന്നും മനസ്സിലാക്കാത്ത ഒരു MP പ്രവർത്തക സമിതി അംഗമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഏതിലേക്ക് മത്സരിച്ചതെന്നറിയോ? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം അതിന് അടിത്തറ ഇല്ലാതാവും. നമ്മളെന്താ പറയുക, വലിയൊരു മരം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ചെടി നിൽക്കുന്നത്, അതിൻ്റെ ചോട്ടിലെ വേര് വെട്ടി കളഞ്ഞിട്ട് വലുതായിട്ട് നിന്നോളൂ എന്ന് പറയാൻ നിൽക്കില്ലല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ശശി തരൂർ പറയുന്നത്. കാരണം ഇതിനൊരു അടിത്തറയുണ്ട്, ഇതാണ് അടിത്തറ എന്ന് മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാർക്കാണ് ഗുണം ചെയ്യുക? അത് എതിർ പാർട്ടിക്കാണ് ഗുണം ചെയ്യുക. അത് ഏത് സമയത്താണ്? ഏറ്റവും ക്രൂഷ്യലായ സമയം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണെന്നറിയോ? ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കകത്താണ്. ആ പ്രവർത്തന സമിതിയിൽ പറയണം. അതിനകത്ത് ഒരാളെ ഉള്ളോ, 2 ആളോ 3 ആളോ 5 ആളെയോ കൂട്ടി നമ്മുടെ അംഗബലം കൂട്ടിയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റണം, നേതൃത്വത്തോട് സംസാരിക്കണം. ഇന്ന മാറ്റങ്ങൾ ഈ പാർട്ടിയിൽ കൊണ്ടുവരണം. അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരു MP-നെ ഇവർക്ക് തള്ളിപ്പറയാൻ കഴിയുന്നില്ല. ഇതിനെല്ലാം ഇങ്ങനെ മൂടി വെക്കുകയാണ്. ഈ മൂടി വെക്കുന്നതിന് അർത്ഥം എന്താ അറിയോ? മൂടി വെക്കുന്നതിന് അർത്ഥം അതിൻ്റെ ആ പാവഭാരം ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകാത്തതുകൊണ്ടാണ്. ഇപ്പം KC വേണുഗോപാൽ ശശി തരൂരിനെതിരെ പറഞ്ഞാൽ അതിൻ്റെ പാവഭാരം KC വേണുഗോപാൽ വഹിക്കേണ്ടി വരും. പ്രിയങ്ക ഗാന്ധി പറഞ്ഞാൽ അതിൻ്റെ പാവഭാരം പ്രിയങ്ക ഗാന്ധി അനുഭവിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതിൻ്റെ പാവഭാരം രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ അത് പറയാൻ പറ്റിയ ആളാരാണ്? സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി അതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. താഴേക്ക് ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്, ഒരാൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ശശി തരൂരിനെ തിരുത്താൻ ശശി തരൂരിന് പോലും പറ്റില്ല എന്നുള്ളതാണ്. ഇനി ആകെ തിരുത്താൻ പറ്റുന്ന ആർക്കാണെന്നറിയാം? നരേന്ദ്രമോദിക്കാണ്. അല്ലാതെ വേറെ ഒരാൾക്ക് അത് തീർക്കാൻ വരാൻ പറ്റില്ല. Meet the editors.